ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് 3 ഇയേഴ്സ് ഡിപ്ലോമ റെഗുലർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് നാളെയാണ്. 18/6/2025 നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താൻ സാധിക്കും. അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകളൊക്കെ തിരുത്തുന്നതിനുള്ളൊരു അവസരമാണ് ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു തെറ്റുകൾ തിരുത്താൻ സാധിക്കും. പിന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ബ്രാഞ്ച് ഓപ്ഷൻസോ കോളേജ് ഓപ്ഷൻസോ എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും, റിമൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഈ വെബ്സൈറ്റിൽ തന്നെയാണ്. അപ്പോൾ അത് റാങ്ക് ലിസ്റ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്, ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എത്രാമത് പൊസിഷനാണ്, എത്ര റാങ്കാണ് നിങ്ങളുടേത്, എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ നിങ്ങൾക്ക് അവിടെ 2 റാങ്ക് കാണാൻ സാധിക്കും. ഒന്ന് സ്ട്രീം 1, ഒന്ന് സ്ട്രീം 2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണ് സ്ട്രീം 1 ആണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ആ ഒരു റാങ്ക് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം. അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് ഇത് ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതേപറ്റിയുള്ള ഡീറ്റെയിൽ അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം, ആഡ് ചെയ്യാം, തെറ്റുകൾ തിരുത്താം. അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. അതായത് ആ ഒരു നിങ്ങൾ ആ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങൾ എന്ത് കറക്ഷൻസ് ചെയ്താലും ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അത് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നതാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, അന്ന് ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാകും, ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാകും, പിന്നീട് വേക്കൻസി ഉള്ള അനുസരിച്ച് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകും. അപ്പോൾ അതേപറ്റിയുള്ള വീഡിയോകൾ തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് ഷെയർ ചെയ്യാം. പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ്, എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തുടർന്ന് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടാണ് നമ്മൾ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം അടയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോളിടെക്നിക് ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.